ഇത് അർജുൻ്റെ ടെമ്പിൾ ഷൂട്ടിന് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അനിയൻ്റെ കല്യാണമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കിപ്പോഴും അർജുൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ പണ്ട് അടികൂടിയതും ഒക്കെയാണ് ഓർമ്മ വരിക. എൻ്റെ മുഖമൊക്കെ ഇപ്പം കണ്ടാൽ വരെ മനസ്സിലാവും. കാരണം അവൻ്റെ നഖപ്പാടുകൾ കൊണ്ടിട്ടില്ല, അത്രക്കും അടിയായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ മുഖത്താണെങ്കിലും എൻ്റെ മുഖത്താണെങ്കിലും നിറയെ നഖം കൊണ്ടുള്ള പാടുകളാണ് കേട്ടോ. അപ്പോൾ അവൻ കല്യാണം കഴിക്കുകയാണ്, നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരാൾ വരാൻ പോവാണ്. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ പുതുതായിട്ട് വരാൻ പോവാന്ന് പറയുമ്പോൾ അത് എങ്ങനത്തെ കുട്ടിയായിരിക്കും, നമ്മുടെ ഫാമിലി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ടെൻഷൻ ആയിരിക്കുമല്ലോ. പക്ഷേ എനിക്കും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ആ ഒരു ടെൻഷൻ. ഇപ്പോൾ ദാ കല്യാണം കഴിഞ്ഞ് കുറേ ദിവസത്തിന് ശേഷം, ഒരു 2-3 മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ദൈവം സഹായിച്ച് ഞാൻ എങ്ങനെയുള്ള ഒരാളെയാണോ ആഗ്രഹിച്ചത് അതുപോലെ ഒരാളെ തന്നെ എനിക്ക് ദൈവം കൊണ്ടു തന്നു കേട്ടോ. അത്രയ്ക്കും നല്ലൊരു മോളാണ്. തലേ ദിവസം വീട്ടിൽ അങ്ങനെ വലിയ ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, റിലേറ്റീവ്സ് മാത്രം കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കണം. മേക്കപ്പ് ചെയ്യാനായിട്ട് അന്ന് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവർ തന്നെയാണ് വരിക. എനിക്കും അമ്മയ്ക്കും പാറുക്കുട്ടിക്കും വേണം കേട്ടോ. അമ്മ എനിക്ക് റെഡിയാവുന്നതോ പാറുവിന് റെഡിയാവുന്നതൊന്നും കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ മൊത്തത്തിൽ അങ്ങ് എന്തൊക്കെയോ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്നും അങ്ങ് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ ഒന്നും റെഡിയായില്ല. അമ്മേനെ റെഡിയാക്കിയതൊക്കെ അമ്മക്ക് ആ ഒരു സമയത്ത് ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ പൊതുവെ അമ്മമാരൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആ കൊള്ളാന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പഴയ പോലെ തന്നെയായിരുന്നു, എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു നല്ലത് എന്നൊക്കെ പറയും കേട്ടോ. അമ്മക്ക് ശരിക്കും ഒരുങ്ങിയിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു മുടി വെച്ചതൊക്കെ അല്ല പൂ വെച്ചതൊക്കെ ആണെങ്കിലൊക്കെ കേട്ടോ. പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ നാത്തൂൻ വിദ്യക്കുട്ടി. നാത്തൂൻ എന്ന് പറയാനൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അനിയത്തി, എൻ്റെ അനിയത്തി. എനിക്ക് അർജുൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അർജുൻ്റെ വൈഫും. അപ്പോൾ എനിക്ക് പുതിയൊരാൾ നമ്മുടെ ഫാമിലിയിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു അനിയത്തിനെ കിട്ടിയൊരു ഫീലായിരുന്നു കേട്ടോ. ഇത്രയും നാള് ഞാനും എൻ്റെ അനിയനും ആയിരുന്നല്ലോ. അപ്പോൾ ഒരാൾ കൂടി വന്നപ്പോൾ എനിക്കിപ്പോൾ അനിയൻ മാത്രമല്ല ഒരു അനിയത്തി കൂടിയുണ്ട്. അങ്ങനത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. പിന്നെ അന്ന് വൈകുന്നേരം രാത്രിയായിരുന്നു നമ്മുടെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഒന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ തനി അങ്ങ് റെഡിയാവായിരുന്നു കേട്ടോ. പിന്നെ പാറുവിൻ്റെ ഡ്രസ്സ് ഇതും ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്, അവരെ കൊണ്ട് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ രാത്രിയിലാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഡാൻസും കൂത്തും ബഹളമൊക്കെ ആയിട്ടൊരു വൈബ് കല്യാണം തന്നെയായിരുന്നു കേട്ടോ. എല്ലാ ആൾക്കാരും പ്രായം മറന്നിട്ട് ഡാൻസ് ചെയ്തു എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. എല്ലാവരും അടിച്ച് പൊളിച്ച് കേട്ടോ. ആ ഒരു ദിവസം രാത്രി എന്ന് പറയുന്നത് രാവിലെ 3 മണി എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങാനായിട്ട്.